എൻ പ്രിയ ദൈവമേ, നിന്നോടു തുല്യനാ എൻ പ്രിയ ദൈവമേ, നിന്നോടു തുല്യനാ. സമുദ്രമോടുന്നു, യോർദാൻ പിൻവാങ്ങുന്നു, പർവ്വതം പുകയുന്നു, കുന്നുകൾ തുള്ളുന്നു. എൻ പ്രിയ ദൈവമേ, നിന്നോടു തുല്യനാ. അവനത്യുന്നതൻ, പാടാം ഹല്ലേലൂയാ. അവൻ മഹോന്നതൻ, പാടാം ഹല്ലേലൂയാ. അവൻ എന്നേക്കും അനന്യൻ തന്നെ. എന്റെ വിചാരങ്ങൾ നിൻ വിചാരങ്ങളല്ല, എന്റെ വഴികളോ നിന്റെ വഴിയുമല്ല. എന്ന വചനം അരുളി തന്നതാ എൻ പ്രിയ ദൈവമേ, നിന്നോടു തുല്യനാ. അവനത്യുന്നതൻ, പാടാം ഹല്ലേലൂയാ. അവൻ മഹോന്നതൻ, പാടാം ഹല്ലേലൂയാ. അവൻ എന്നേക്കും അനന്യൻ തന്നെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, മഹാത്ഭുതങ്ങളെ ഏകനായി ചെയ്തവൻ, നിൻ വീര്യഭുജത്താൽ വൈരിയെ വെന്നവൻ. എൻ പ്രിയ ദൈവമേ, നിന്നോടു തുല്യനാ. അവനത്യുന്നതൻ, പാടാം ഹല്ലേലൂയാ. അവൻ മഹോന്നതൻ, പാടാം ഹല്ലേലൂയാ. അവൻ എന്നേക്കും അനന്യൻ തന്നെ. ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് കൽപ്പിച്ച ഹോരേബിൻ ശബ്ദത്തെ ഓർത്തിടുമ്പോൾ, ചത്തതമർത്യനെ ഓർക്കുവാനെന്തുള്ളൂ. എൻ പ്രിയ ദൈവമേ, നിന്നോടു തുല്യനാ. അവനത്യുന്നതൻ, പാടാം ഹല്ലേലൂയാ. അവൻ മഹോന്നതൻ, പാടാം ഹല്ലേലൂയാ. അവൻ എന്നേക്കും അനന്യൻ തന്നെ. എൻ പ്രിയ ദൈവമേ, നിന്നോടു തുല്യനാ. സമുദ്രം
പിൻവാങ്ങുന്നു, പർവ്വതം പുകയുന്നു, കുന്നുകൾ തുള്ളുന്നു. എൻ പ്രിയ ദൈവമേ, നിന്നോടു തുല്യനാർ. അവൻ അത്യുന്നതൻ, പാടാം ഹല്ലേലൂയ. അവൻ മഹോന്നതൻ, പാടാം ഹല്ലേലൂയ. അവൻ എന്നേക്കും അനന്യൻ തന്നെ. മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സമയത്തിൽ വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്ന അത്ഭുത ശക്തി യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് എന്റെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ നിങ്ങളുടെ മുൻപിൽ പറയുവാനായി ദൈവം ഒരുക്കി തന്ന സന്ദർഭത്തെ ഓർത്ത് ഞാൻ വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇതിലേക്ക് വേണ്ടി ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങളെയും ദൈവമക്കളെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദ പരിധിക്കുള്ളിലായിരുന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളിലും ദൈവത്തിന്റെ ശക്തമായ ക്രിയ നടന്നിട്ട് നിങ്ങൾ ക്രിസ്തുയേശു ആരാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മരക്ഷ അവനിൽ കൂടെ പ്രാപിപ്പാൻ ഇടയായി തീരട്ടെ എന്ന ആത്മാർത്ഥതയോടുകൂടെയാണ് എന്റെ ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തുവിന്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് അതിലേക്കായി എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്തിൽ എന്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തു പറഞ്ഞതായ ഒരു വചനം ഞാൻ ചിന്തിക്കുകയുണ്ടായി. ആ വചനം ഇങ്ങനെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഓടിക്കൂടി തന്നോട് വിളിച്ചപേക്ഷിച്ച ജനത്തെ നോക്കിയിട്ട് യേശു പറഞ്ഞ ഒരു വാചകമാണല്ലോ ഈ പ്രത്യേക വായിച്ച വേദഭാഗം. ഇത് കൂലങ്കുഷമായി വിലയിരുത്തുന്ന ഒരു യഥാർത്ഥ വേദ പഠിതാവിന് ആഴമേറിയ അനേക സത്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും എന്ന് എനിക്ക് ആത്മാർത്ഥതയോടെ പറയുവാൻ കഴിയും. ഈ ലോകത്തിൽ മനുഷ്യരായി ജനിച്ചിട്ടുള്ള സകല വ്യക്തികളിലും ഒരുപോലെ അടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക സവിശേഷതയാണ് ദൈവിക ബോധം. ഈ ദൈവിക ബോധം മനുഷ്യരിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നത് അവൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്നതിന്റെ പ്രത്യക്ഷമായ ലക്ഷണമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അനേക വ്യക്തികൾ ദൈവം ഇല്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ അസ്തിത്വത്തിന് എതിരെ ശക്തമായി ശബ്ദമുയർത്തുകയാണ്. എന്നാൽ അവരുടെ ആശയങ്ങളുള്ള ബന്ധത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ഒരു ബോധം അടിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് അവർക്ക് ദൈവമില്ല എന്നുള്ള ആശയം വ്യക്തമായി മനസ്സിലാക്കുവാനും അങ്ങനെ അവർ ചിന്തിക്കുവാനും ഇടയായി തീരുന്നത്. ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ദൈവമില്ല എന്ന് ശക്തമായി സ്ഥാപിച്ച അതിന്റെ വെളിച്ചത്തിൽ പോവുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വേറൊരു സത്യം ഇതാണ്. അവരിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക ബോധത്തെ അവർക്ക് ഈ ലോകത്തിന്റെ ചുറ്റുപാടിൽ ലഭിച്ചതായ മാനുഷിക ജ്ഞാനമനുസരിച്ച ലോകജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ദൈവിക ബോധത്തെ അടിച്ചമർത്തി അങ്ങനെ അവർ ദൈവമില്ല എന്ന് തെളിയിക്കുന്നു. എന്നാൽ ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഈ ലോകത്തിൽ മനുഷ്യരായി പിറന്ന എല്ലാവരിലും ദൈവിക ബോധം ഉള്ളതുകൊണ്ട് അവൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ദൈവത്തെ അറിയുവാനും ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ഈ ദൈവത്തിന്റെ സാമീപ്യം അനുഭവിക്കുവാനും അവൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അത് ജാതി, മത, വർഗ, വർണ്ണ, ഭാഷ വ്യത്യാസമെന്നേ
എല്ലാവരിലും ഒരുപോലെ പ്രകടമായി കാണുന്ന ഒരു പ്രത്യേക ലക്ഷണമാണ്. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത കാട്ടുജാതിക്കാരുടെ ഇടയിൽ നാം കടന്നുപോയാലും അവരുടെ ഇടയിലും ഒരു പ്രത്യേക ആത്മീയ ആരാധന കാണുവാൻ കഴിയും. ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന സമൂഹത്തിന്റെ മുൻപിൽ കടന്നുപോയാലും അവരിലും ഒരു പ്രത്യേക തരത്തിലുള്ള ആത്മീയ മുൻതൂക്കത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഇങ്ങനെ എല്ലാവരും ദൈവത്തെ ഒരുപോലെ അന്വേഷിക്കുന്നെങ്കിലും സത്യമായ ഒരു യഥാർത്ഥ ഏകസത്യ ദൈവത്തെ മനസ്സിലാക്കുവാൻ പലർക്കും കഴിയുന്നില്ല. മനുഷ്യനിൽ ദൈവിക ബോധം ഉൾക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളായി അതിനെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ വേണ്ടി മനുഷ്യൻ കിണഞ്ഞ് പരിശ്രമിച്ചതിന്റെ പരിണിത ഫലമായി ലോകത്തിൽ ഉളവാക്കപ്പെട്ടിട്ടുള്ളതാണ് നാം ഇന്നറിയപ്പെടുന്ന മതങ്ങളെല്ലാം. എന്നാൽ ആ മതങ്ങളുടെ ആശയങ്ങളും ഉദ്ദേശങ്ങളും നല്ലതാണെങ്കിലും ആ ഉദ്ദേശ നിർവൃതിക്ക് വേണ്ടി അതിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി അവർ തിരഞ്ഞെടുത്ത മാർഗങ്ങൾ പലതായിപ്പോയി. എന്റെ ജീവിത അനുഭവത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയുവാൻ കഴിയും. എന്റെ പേര് രാജശേഖരൻ എന്നാണ്. ക്രിസ്തീയ ഗോളത്തിൽ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ഇങ്ങനെയുള്ള പേര് പലരും കേട്ടിട്ടില്ലായിരിക്കാം. ആകയാൽ എനിക്ക് പറയുവാൻ കഴിയുന്നത് ഞാനൊരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയല്ല. എന്റെ അനുഭവം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തിന് തെക്ക് ഭാഗത്ത് മാങ്കുളം എന്ന് പറയുന്നതായ ഒരു ചെറിയ 18 ഏക്കർ അടങ്ങുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ പരമ്പരാഗതമായി ഹൈന്ദവ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു പ്രത്യേക കുടുംബത്തെയും കാണുവാൻ കഴിയും. ആ കുടുംബം പൊതുവായി അമ്പലങ്ങളിൽ പോയി ദൈവത്തെ വണങ്ങുന്നതിനേക്കാൾ ഉപരിയായി അവരുടെ ഭവനത്തിന്റെ അങ്കണത്തിൽ തന്നെ അമ്പലങ്ങൾ സ്വന്തമായി വെച്ച കുടുംബ ദൈവങ്ങളെ സേവിച്ച ദൈവിക അനുഗ്രഹം കൂടുതലായി പ്രാപിക്കുവാൻ പരിശ്രമിച്ച ഒരു ഭവനമാണ്. എന്റെ പിതാവ് ആ ഭവനത്തിൽ ഏറ്റവും ഇളയപുത്രനായതുകൊണ്ട് കുടുംബത്തിന്റെ ഉത്തരവാദിത്വത്തോടുള്ള ബന്ധത്തിൽ അവസാനമായി ആ 2 അമ്പലങ്ങൾ കുടുംബവകയായി എന്റെ പിതാവിന് ലഭിക്കുവാനിടയായി തീർന്നു. അങ്ങനെ എന്റെ പിതാവ് ആ ലഭിക്കപ്പെട്ടതായ കുടുംബ അമ്പലങ്ങളിൽ എല്ലാ ആത്മീയ കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ദേശത്തിലെ മറ്റെല്ലാ പൊതുക്ഷേത്രങ്ങളിലും ആത്മീയ കൈതാങ്ങൾ കൊടുത്തുകൊണ്ട് തനിക്ക് ലഭിച്ച ആത്മീയ കാഴ്ചപ്പാടനുസരിച്ച് ശക്തമായി മുൻപിൽ നിന്ന ഒരു വ്യക്തിയായിരുന്നു. എന്റെ ഓർമ്മ വെച്ച സമയത്ത് എനിക്ക് എന്റെ പിതാവിനെ കാണുവാൻ കഴിയുന്നത് നീണ്ടു വളർത്തിയ ജടയും അതോടൊപ്പം താൻ ഒരു നീണ്ടു വളർത്തിയതായ ദീക്ഷയും സൂക്ഷിക്കുവാനിടയായി തീർന്നു. ഇങ്ങനെ താൻ ആത്മീയമായി മുൻപന്തിയിൽ നിന്നതിന്റെ ഫലമായി ആ ദേശത്തിലെ എല്ലാ വ്യക്തികളും ഇദ്ദേഹത്തിന് സ്വാമി എന്നുള്ള പദം കൊടുത്ത് ബഹുമാനിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ 5 മക്കളാണ്. ഇന്നും ഞങ്ങൾ ആ ദേശത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ എന്റെ അമ്മയെ കാണുമ്പോൾ നാട്ടുകാർ പറയാറുണ്ട്, ഇതാ സ്വാമിയുടെ വൈഫ് കടന്നു പോകുന്നു, അല്ലെങ്കിൽ സ്വാമിയുടെ ഇളയപുത്രൻ കടന്നു പോകുന്നു, സ്വാമിയുടെ മൂത്ത മകൻ കടന്നു പോകുന്നു എന്ന രീതിയിലാണ് ഞങ്ങൾ എല്ലാവരും അറിയപ്പെടുന്നത്. ഇങ്ങനെ ഞങ്ങളായിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത ഒരു പെന്തക്കോസ്റ്റൽ ചർച്ച് കടന്നു വരുവാനിടയായി തീർന്നു. ആ സഭ അനേക പ്രതികൂലങ്ങളുടെ നടുവിലാണ് അവിടെ സ്ഥാപിക്കപ്പെട്ടത്. ആ പ്രതികൂലങ്ങൾ അവിടെ ഉളവാക്കിയത് എന്റെ പിതാവും അതിനോട് ബന്ധപ്പെട്ട ആ ദേശത്തിലെ വ്യക്തികളുമായിരുന്നു. ആ പെന്തക്കോസ്റ്റ് ചർച്ച് അവിടെ ഉടലെടുത്താൽ എന്റെ പിതാവിന്റെ ആത്മീയ കാര്യങ്ങൾക്കും ആ ദേശത്തിലെ ഹൈന്ദവരായ വ്യക്തികൾക്കും വലിയ പ്രശ്നം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ആരംഭത്തിൽ തന്നെ അതിനെ മുറിച്ചു കളയുവാൻ, അതിനെ സമ്പൂർണമായി മുരടിപ്പിച്ചു കളയുവാൻ എല്ലാവരും ശക്തമായി പരിശ്രമിച്ചു. പല പ്രാവശ്യം അവിടെ പൊതുവായ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ എന്റെ പിതാവിൽ അതിനോട് ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളും അതിനെ ശക്തമായി തടഞ്ഞു. എന്നാൽ ആ ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവർ മാനുഷികമായ യാതൊരുവിധ ആയുധങ്ങളും ഉപയോഗിക്കാതെ ഞങ്ങളോട് വിരോധമായോ വൈരാഗ്യമായോ ഇടപെടാതെ ഞങ്ങൾക്ക് വേണ്ടി അവർ ആത്മാർത്ഥമായി ദൈവസ്നേഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കാലഘട്ടങ്ങൾ കടന്നുപോയപ്പോൾ എന്റെ മൂത്ത ജ്യേഷ്ഠൻ തന്റെ 22-ാമത്തെ വയസ്സിൽ
മോഹനകുമാർ എന്ന് പറയുന്ന സഹോദരൻ ഒരു പൂർണ്ണ ഭ്രാന്തനായി മാറ്റപ്പെട്ടു. തന്റെ ഈ മാനസിക രോഗം ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പതിച്ചപ്പോൾ അവന്റെ വിടുതലിന് വേണ്ടി ഞങ്ങൾ ആദ്യമായി ആശ്രയിച്ചത് ഞങ്ങൾ സേവിച്ചു നിന്ന ദൈവങ്ങളെ ആയിരുന്നു. അന്ന് എന്റെ പിതാവും മാതാവും കുടുംബത്തിലുള്ള എല്ലാവരും ഹൈന്ദവ മതത്തിന്റെ ആചാരമനുസരിച്ചുകൊണ്ട് ഈ ദൈവങ്ങളുടെ അടുക്കൽ പോയി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അവരുടെ വിഷയങ്ങളെല്ലാം അവർ ആത്മാർത്ഥമായി പറഞ്ഞു. എന്നാൽ ഇന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്, വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ 115 സങ്കീർത്തനം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലമായി ലഭിച്ചത്. അതിങ്ങനെയായിരുന്നു: ഹല്ലേലൂയ, അവയ്ക്ക് കാതുണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടേതായ പ്രാർത്ഥന കേൾക്കുവാൻ കഴിഞ്ഞില്ല. അവയ്ക്ക് കണ്ണുണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ വേദന കാണുവാൻ തക്കവണ്ണം ഒരിക്കലും കഴിഞ്ഞില്ല. അവയ്ക്ക് കരമുണ്ടായിരുന്നെങ്കിലും ഞങ്ങളെ ഒന്ന് തൊട്ട് ആശീർവദിക്കുവാൻ, എന്റെ സഹോദരനെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കുവാൻ ഒരിക്കലും കഴിഞ്ഞില്ല. ഞങ്ങൾ വേദനയോടുകൂടെ, ഭാരത്തോടുകൂടെ ഞങ്ങളുടെ വേദനകൾ തുറന്നു പറഞ്ഞെങ്കിലും ആ തൊണ്ട കൊണ്ട് ഒരു മറുപടിയും ഇങ്ങോട്ട് പറഞ്ഞില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങളുടെ മതത്തിലെ ദൈവങ്ങൾ പരാജയപ്പെട്ടപ്പോൾ, അവന്റെ രോഗം ഏറ്റവും മൂർധന്യ ദശയിലെത്തിയപ്പോൾ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു, ഇവൻ ഇനി ഇങ്ങനെ പോയാൽ അത് വളരെ പ്രശ്നം സൃഷ്ടിക്കും, ഇവനെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മനുഷ്യരുടെ ആ ആലോചന പ്രകാരം എന്റെ സഹോദരനെ തിരുവനന്തപുരം പേരൂർക്കട ആശുപത്രിയിൽ പ്രൈവറ്റായിട്ട് അഡ്മിറ്റാക്കി. ഈ ലോകത്തിന്റെ സയൻസിന്റെ വിധിപ്രകാരം ഞങ്ങളുടെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ച് ആ സഹോദരന്റെ സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ ഈ ലോകത്തിലെ വിധിപ്രകാരം എല്ലാ ചികിത്സകളും നടത്തി. അവിടെ ഒന്നും ഞങ്ങൾക്ക് സൗഖ്യം കാണുവാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ വേദനയോടുകൂടെ ദുഃഖത്തോടുകൂടെ ഭവനത്തിൽ എന്റെ സഹോദരനെ കൊണ്ടുവന്നു. എന്റെ മാതാവ് പലപ്പോഴും ചിന്തിച്ചു, എന്തിന് ജീവിക്കുന്നു? ഇനി ഒരു ജീവിതം മുൻപോട്ട് നയിച്ചിട്ട് എന്താണ് ഒരു അർത്ഥം? ഇവർക്കെല്ലാവർക്കും വിഷം കൊടുത്തിട്ട് അങ്ങ് മരിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി റെയിൽവേ പാദത്തിൽ തലവെച്ച് മരിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്താൽ കൊള്ളാം എന്നുള്ള ചിന്താഗതിയിലൊക്കെ എന്റെ അമ്മ മുൻപോട്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ എന്റെ അമ്മയുടെ ഹൃദയവേദന കണ്ട ദൈവം, എന്റെ അമ്മയുടെ ജീവിതത്തിലെ ദുഃഖത്തെ കണ്ട ദൈവം, കുടുംബത്തിന്റെ അവസ്ഥകളെ കണ്ട ദൈവം, ഒരു ദിവസം എന്റെ അമ്മ ഇങ്ങനെ ആ സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുമ്പോൾ നാളുകളായി ഞങ്ങൾ നിന്ദിച്ച, ഞങ്ങൾ പരിഹസിച്ച, ഞങ്ങൾ പല പ്രാവശ്യം തുടച്ചു മാറ്റുവാൻ ശ്രമിച്ച ആ ചർച്ചിൽ കൂടുന്ന ഒരു വയസ്സായ അമ്മച്ചി എന്റെ അമ്മയുടെ അടുക്കലേക്ക് ആത്മപ്രേരിതയായി കടന്നു വന്നിട്ട് സുവിശേഷം പറയുവാൻ തുടങ്ങി. അതിങ്ങനെയായിരുന്നു: അല്ലയോ മാതാവേ, നിങ്ങളുടെ ഹൃദയത്തെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ജീവനുള്ള ദൈവം ഇന്നും പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ സമീപേ നിൽക്കുകയാണ്. ഈ ദൈവത്തിന് അസാധ്യമായി ഒരു വിഷയവുമില്ല. ഈ ദൈവത്തിന്റെ അടുക്കൽ കടന്നു വന്ന് അവനോട് വിഷയങ്ങൾ തുറന്ന് സംസാരിക്കുന്ന, ഹൃദയവേദനകൾ പകരുന്ന ഒരു വ്യക്തികളെയും അവൻ തള്ളിക്കളയുന്ന ദൈവമല്ല. അവൻ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അവൻ നിങ്ങളുടെ മകന് വ്യക്തമായ സൗഖ്യം തരുവാൻ ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളിലേക്കും സൗഖ്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും മറുപടിയിലേക്കും നയിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ വയസ്സായ അമ്മച്ചി എന്റെ അമ്മയോട് സുവിശേഷം പറഞ്ഞു. എന്നിട്ട് ആ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ദൈവം ഏതെങ്കിലും ഒരു മതത്തിന്റെ ദൈവമല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ദൈവമല്ല. നേരെ മറിച്ച് സകല ജാതികളെയും, സകല മനുഷ്യരെയും, സകല വർഗക്കാരെയും ഒരുപോലെ സ്നേഹിക്കുന്ന, സകലരെയും നിർമ്മിച്ച ദൈവം കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിലേക്ക് അവതരിച്ച ശേഷം നമ്മുടെ രോഗത്തിന്റെയും നമ്മുടെ പ്രശ്നത്തിന്റെയും നമ്മുടെ നിരാശയുടെയും അടിസ്ഥാന ഘടകമായ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയുടെ ഗിരിത്തടത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിന്മേൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ ക്രൂശിക്കപ്പെട്ടു. യേശു ക്രിസ്തു അവൻ ക്രൂശിക്കപ്പെട്ടു, അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റിന്നും ജീവിക്കുന്നു. യേശു മരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. യേശുവിന്റെ ഓരോ തുള്ളി രക്തവും അവൻ
അത് നിങ്ങളുടെ കുടുംബത്തിൽ സൗഖ്യം തരുവാൻ വേണ്ടിയാണ്. അത് നിങ്ങളുടെ ഹൃദയവേദനയെ മാറ്റി നിങ്ങളെ ഒരു പുത്തൻ അനുഭവത്തിലേക്ക്, നിങ്ങളുടെ മകനെ ഒരു പുത്തൻ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. യേശു നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് എന്റെ അമ്മയോട് പറഞ്ഞു. ആ വാക്കുകളുടെ മുൻപിൽ എന്റെ അമ്മ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിച്ചു. എന്നിട്ട് അമ്മച്ചു പറഞ്ഞു, നിങ്ങൾ അടുത്ത ആഴ്ച ചർച്ചിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ ചർച്ചിൽ ഒരു പാസ്റ്ററുണ്ട്, ദൈവമക്കളുണ്ട്. നിങ്ങൾ വിശ്വാസത്തോട് നിങ്ങളുടെ സ്റ്റെപ്പുകൾ എടുത്തു വെച്ച് യേശുവിനെ സ്വീകരിച്ച് അവനെ ആരാധിപ്പാൻ തുടങ്ങിയാൽ, പിന്നിൽ നിന്ന് കൈതാങ്ങൽ തരുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, എല്ലാ ഒത്താശകളും ചെയ്ത് ദൈവിക വിടുതൽ നിങ്ങളുടെ ജീവിതത്തെ അനുഭവിപ്പാൻ വേണം നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കാം എന്ന് പറഞ്ഞു. എന്റെ അമ്മ ആരും അറിയാതെ ആ ചർച്ചിലേക്ക് കടന്നുപോയി. ആ ഞായറാഴ്ച ദിവസം അവിടെ നടന്ന ഓരോ ശുശ്രൂഷകളും എന്റെ അമ്മയോട് വീണ്ടും ദൈവാത്മാവ് സംസാരിക്കുകയായിരുന്നു. അനേക ആത്മീയ ശുശ്രൂഷകളുള്ള ദൈവ മക്കൾ കൂടി വരുന്ന ആ സഭയിൽ നടന്നതായ ശുശ്രൂഷകൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ അമ്മയുടെ ജീവിതത്തിൽ ചിന്തിച്ചതും അനുഭവിച്ചതും പ്രവർത്തിച്ചതുമായ ഓരോ വിഷയങ്ങളെയും ദൈവാത്മാവ് വെളിപ്പെടുത്തി സംസാരിച്ചു. എന്റെ അമ്മ വ്യക്തമായി മനസ്സിലാക്കി, ഇന്നുവരെ ഞാൻ സേവിച്ച ഒരു ദൈവമല്ല ഈ ദൈവമക്കൾ സേവിക്കുന്ന ദൈവം. ഈ ദൈവം സത്യസ്വരൂപനാണ്. അവൻ വിഷയങ്ങളെ വ്യക്തമായി അറിയുന്നവനാണ്. അവൻ ഒരിക്കലും ഒരു വ്യക്തി പറയാതെ തന്നെ നമ്മുടെ വേദനകളെല്ലാം അറിയുന്ന ദൈവമാണ്. ഈ ദൈവത്തിന് മറ്റാരുടെയും സപ്പോർട്ട് കൂടാതെ അത്ഭുതം ചെയ്യുവാൻ കഴിയും. ഇവനാണ് സത്യദൈവം. ഈ ദൈവമാണ് എന്നെ വിടുവിപ്പാൻ കഴിവുള്ള ദൈവമെന്ന് മനസ്സിലാക്കി ജീവിതത്തെ സമ്പൂർണമായി അവിടെ സമർപ്പിക്കുകയും യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. യേശു ക്രിസ്തുവിന്റെ കൽപ്പനയായ മുഴുവൻ സ്നാനം സ്വീകരിപ്പാൻ തീരുമാനം എടുക്കുകയും ചെയ്തു. സ്തോത്രം. എന്റെ മാതാവിന്റെ ജീവിതത്തിൽ അന്നുവരെയും ദൈവഭക്തി ഉണ്ടായിരുന്നെങ്കിലും യഥാർത്ഥമായ ദൈവത്തെ കണ്ടുമുട്ടിയ നിമിഷം, ആ പകൽകാലം യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട നിമിഷത്തിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അന്നുവരെയും സേവിച്ച ദൈവങ്ങൾ ഞങ്ങൾ ദൈവങ്ങളെന്ന് ചിന്തിച്ചിരുന്നെങ്കിലും അത് യഥാർത്ഥ ദൈവങ്ങളല്ലായിരുന്നു. ദൈവങ്ങളല്ലാത്തവയ്ക്ക് ധൂപം കാട്ടി, ദൈവങ്ങളല്ലാത്തവയെ ഭുജിച്ച്, ദൈവങ്ങളല്ലാത്തവയെ ഭജിച്ച് ഞങ്ങളിങ്ങനെ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ എന്റെ അമ്മ സാക്ഷാൽ ദൈവം യേശു ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കുകയും ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയും എന്റെ ജ്യേഷ്ഠനെ പിന്നീട് ആ ചർച്ചിൽ കൊണ്ടുപോയി ദൈവമക്കളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തു. അന്നുവരെയും പല മാധ്യമങ്ങളിൽ കൂടെ അവന് വിടുതൽ ലഭിക്കാതിരുന്ന സ്ഥാനത്ത് യേശുവിന്റെ അത്ഭുതകരമായ കരം അവന്റെ മേൽ ദൈവം നീട്ടി അവന്റെ രോഗത്തെ സൗഖ്യമാക്കി. വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്, അവൻ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന സർവശക്തനായ ദൈവമാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഓ എന്നെ കേൾക്കുന്നതായ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പലയിടങ്ങളിൽ നിങ്ങൾ പോയി മുട്ടിയിട്ടും പല വ്യക്തികളോട് നിങ്ങളുടെ ഹൃദയവേദനകൾ തുറന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി, നിങ്ങളുടെ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പലതും ചെയ്തിട്ടും വിടുതലില്ലാതെ നിരാശയോടെ വേദനയോടെ നിങ്ങളുടെ ജീവിതം മുൻപോട്ട് നയിക്കുന്നുവെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം എത്ര വലിയ വിഷയത്തെയും വിടുവിപ്പാൻ കഴിവുള്ള ദൈവമാണ്. അവൻ വേറെ ആരുമല്ല, ഇന്നും ജീവിക്കുന്ന നസറയനാകുന്ന യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ലാസറിനെ ഉയർപ്പിച്ച ദൈവം മറിയ വിശ്വസിച്ചപ്പോൾ ഹല്ലേലൂയ അസാധ്യമായിരുന്ന കാര്യത്തെ സാധ്യതയിലേക്ക് കൊണ്ടുവന്ന ദൈവം, അസാധ്യമെന്ന് നിന്റെ ജീവിത മേഖലകളോട് ലോകത്തിന് മാധ്യമങ്ങൾ പറയുന്ന വിഷയങ്ങളിൽ ദൈവം സാധ്യതയച്ച, വിടുതലയച്ച, പരിഹാരമയച്ച നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്റെ അമ്മ യേശുവിൽ വിശ്വസിച്ചു, ദൈവിക പ്രവർത്തനം കുടുംബത്തിൽ ആരംഭിച്ചു. എന്നാൽ എനിക്ക് ഈ സമയങ്ങളിലൊന്നും യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനോ എന്റെ അമ്മ സ്വീകരിച്ചതായ ആത്മീയ സത്യം മനസ്സിലാക്കുവാനോ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ശക്തമായി എന്റെ അമ്മയുടെ ആത്മീയ അനുഭവങ്ങളെ എതിർത്തു. എന്റെ പിതാവും വീട്ടിലുള്ള ബാക്കി എല്ലാ വ്യക്തികളും എന്റെ അമ്മയോട് എതിർത്തു. കാരണം ഞങ്ങൾ ഏറ്റവും പുച്ഛിച്ച് ഏറ്റവും തരം താഴ്ന്ന വ്യക്തികളായി കണ്ടിരുന്ന ആ കൂട്ടരോടൊപ്പം കടന്നുപോയി ആരാധിക്കുകയോ മതം മാറുകയോ അങ്ങനെയുള്ളത് ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിൽ കേൾക്കുവാൻ പോലും വയ്യാത്ത
ഒരു വിഷയമായതുകൊണ്ട് ഞങ്ങൾ ശക്തമായി എന്റെ അമ്മയെ എതിർത്തു. എന്നാൽ ഒരു ദിവസം എന്റെ പിതാവ് കുടുംബത്തിൽ ഈ ആത്മീയ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ധാരാളം ബഹളങ്ങൾ ഉണ്ടാക്കി. എന്നും എന്റെ അമ്മയുടെ ബഹളങ്ങളാണ്. ഒരു ദിവസം ധാരാളം പ്രസരങ്ങൾ ഭവനത്തിൽ സംഭവിച്ചു. ഞാൻ സ്തോത്രം ഹല്ലേലൂയ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. ഞാൻ വേദനയോടെ ഈ വിഷയങ്ങളെല്ലാം വിലയിരുത്തി. എന്റെ ഭാവി എന്തായിത്തീരും, എന്റെ വിദ്യാഭ്യാസം എന്തായിത്തീരും, ഈ കുടുംബത്തിന്റെ നില എന്തായിത്തീരും, ഇങ്ങനെയൊക്കെ കുടുംബത്തിൽ വന്നു ഭവിപ്പാൻ എന്താണ് കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ച് വേദനയോടെ കിടക്കുന്നതായ ആ ദിവസത്തിൽ എന്റെ മുൻപിൽ ഒരു പ്രത്യേക സ്വപ്നം പോലെ ഒരു ദർശനം വെളിപ്പെട്ടു വന്നു. ആ ദർശനം വേറെയൊന്നുമല്ല, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ക്രൂശിന്മേൽ ഒരു വ്യക്തി തൂങ്ങിക്കിടക്കുകയാണ്. അവന്റെ ശരീരത്ത് നിന്ന്, ആ ജീവനുള്ള ശരീരത്ത് നിന്ന് രക്തം ഇറ്റിറ്റു വീഴുന്നു. അവൻ വേദനകളാൽ പിടയുകയാണ്. ഞാൻ എന്തെന്ന് പറഞ്ഞ് ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത ഈ അനുഭവം കണ്ടിട്ട് ഞെട്ടി ഉണർന്നപ്പോൾ ഒരു സർവവല്ലഭമായ കരം എന്റെ ശരീരത്തെ തലോടുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഒരു വലിയ എന്തോ ഒരു ഭാരം എന്നിൽ നിന്ന് ഉരുണ്ടുമാറുന്നത് പോലെ എനിക്ക് തോന്നി. അതുവരെയും എന്നെ മതിച്ചുകൊണ്ടിരുന്ന ആ ചിന്താഭാരങ്ങൾ മാറി എന്റെ സകല ശ്രദ്ധയും ആ വെളിപ്പെട്ട ദർശനത്തിന് മേൽ പതിഞ്ഞു. ആ സമയം മുതൽ എന്നിൽ എന്തോ ഒരു മാറ്റം, എന്തോ ഒരു അനുഭൂതി, എന്തോ ഒരു വ്യത്യാസം എനിക്ക് കാണുവാൻ കഴിഞ്ഞു. പല ദിവസങ്ങൾ ഞാൻ ഇതിനെ അടക്കി വെച്ചു. എന്റെ അച്ഛനില്ലാത്ത സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞ ആ 2 കുടുംബ അമ്പലങ്ങളിൽ വിളക്ക് എത്തിക്കുകയും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം ഞാൻ അത് ചെയ്യുമ്പോഴൊക്കെ ഞാൻ എന്തൊക്കെ എവിടെയൊക്കെ പോകുമോ അപ്പോഴൊക്കെ ഈ ദർശനം എന്റെ മുൻപിൽ വെളിപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒരു ദിവസം എനിക്ക് അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. എന്റെ അമ്മയോട് ഞാനിത് ഷെയർ ചെയ്തു. അപ്പോൾ എന്റെ അമ്മ പറഞ്ഞു, ഹല്ലേലൂയ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം നിന്നെ സ്നേഹിച്ചത് കൊണ്ട് അവൻ മനുഷ്യരായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ക്രൂശിന്മേൽ 3 ആണികളിന്മേൽ നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് മരിച്ചു. ആ യേശു ക്രിസ്തു ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ നിന്നെയും രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ സ്വപ്നത്തിലൂടെ നിന്റെ അടുക്കൽ വെളിപ്പെട്ടു വന്നത്. യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക. യേശുവിന്റെ സന്നിധി നിന്റെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിക്കുക. അവൻ നിശ്ചയമായി നിനക്ക് നല്ലൊരു ഭാവി തരും. അവനാണ് സത്യദൈവം, അവനാണ് സാക്ഷാൽ ദൈവം. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവനല്ലാതെ വേറൊരു രക്ഷിതാവുമില്ല. ഈ യേശുവിൽ നീ വിശ്വസിച്ച് അവനെ ആരാധിപ്പാൻ വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിക്കുക. അവൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് എന്നോട് എന്റെ അമ്മ പറഞ്ഞു. ആ നിമിഷത്തിൽ എനിക്ക് മനസ്സിലായി. ഞാൻ യേശുവിന്റെ സന്നിധി ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇന്നുവരെ നീ എന്നെ സ്നേഹിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ഈ സത്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. നീ എന്നോട് ക്ഷമിക്കുമാറാകണമേ, എന്റെ കുറ്റത്തെ ക്ഷമിക്കുമാറാകണമേ എന്ന് പറഞ്ഞ് യേശുവിന്റെ സന്നിധി എന്റെ ജീവിതത്തെ സമർപ്പിച്ചു. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അതുവരെ ഞാനൊരു മതഭക്തനായിരുന്നെങ്കിലും ദൈവിക ഭക്തി മതത്തിന്റെ വീക്ഷണത്തിൽ എന്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിലും സാക്ഷാൽ സത്യദൈവത്തെ എനിക്ക് കാണുവാനിടയായി തീർന്നത് ആ ദർശനത്തിൽ യേശു ക്രിസ്തു വെളിപ്പെട്ടു വന്നപ്പോഴാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയുന്നത്, ഈ ലോകത്തിന്റെ മതത്തിന്റെ വീക്ഷണത്തിൽ നീ ഒരുപക്ഷെ ഒരു ദൈവഭക്തനായിരിക്കാം, നീ ചിലപ്പോ ഒരു പൂജാരിയായിരിക്കാം, നീ ചിലപ്പോ ഒരു വ്യക്തിപരമായ ഒരു ദൈവത്തെ സേവിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഞാൻ അങ്ങനെയുള്ള അനുഭവത്തിൽ ജീവിച്ചിട്ടും ആ അനുഭവങ്ങളിൽ എനിക്ക് ആശ്വാസം ലഭിക്കാതിരുന്നപ്പോൾ, എനിക്ക് സത്യദൈവത്തെ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞപ്പോൾ എന്റെ മുൻപിൽ വെളിപ്പെട്ടു വന്ന സാക്ഷാൽ സത്യദൈവം അത് ക്രൂശിന്മേൽ മനുഷ്യവർഗത്തിനു വേണ്ടി എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് സാക്ഷാൽ ദൈവം. അവനിൽ കൂടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതാണ് സാക്ഷാൽ ദൈവഭക്തി എന്നെനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഇവിടെ ഇതാ വായിച്ച വേദഭാഗം ഇങ്ങനെയാണല്ലോ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നമ്മളെല്ലാവരും ദൈവത്തെ വിളിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഞാൻ ഒരിക്കലും ഒരു അമ്മച്ചിയോട് ചോദിച്ച്, അമ്മച്ചി, നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ
ഒരു പ്രത്യേക ദൈവത്തെ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വണങ്ങുന്നു, അവർക്ക് പലതും കൊടുക്കുന്നു. അതിന്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, എനിക്ക് ശാരീരിക ആരോഗ്യമുണ്ടാകണം, എന്റെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടണം, എനിക്ക് ഈ ലോകത്തിൽ ആയുസ്സോടുകൂടെ ജീവിക്കുമ്പോൾ എല്ലാ നന്മയും ഉണ്ടാകണം. പ്രത്യേകിച്ച് അമ്മച്ചി വീണ്ടും പറഞ്ഞു, എനിക്ക് മരണശേഷം മോക്ഷവും പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അമ്മച്ചിയുടെ നല്ല ആഗ്രഹം, നല്ല ഉദ്ദേശം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതങ്ങളിൽ നല്ല ഉദ്ദേശം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അവർ ആ ഉദ്ദേശം പ്രാപിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത മാർഗം തെറ്റായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ആ അമ്മച്ചി പറഞ്ഞ ആശയം ശരിയാണ്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. നമ്മൾ ആത്മീയത്തിന് മുൻതൂക്കം കൊടുക്കുന്നതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രശ്നമില്ലാതെ, ഭാരമില്ലാതെ, വേദനയില്ലാതെ, ദുഃഖമില്ലാതെ ഐശ്വര്യമായൊരു ജീവിതം നമുക്കുണ്ടാകണം. അതിനെല്ലാത്തിനേക്കാളുപരി നമ്മിലൊരു ആത്മാവ് അടങ്ങിയിട്ടുണ്ട്. ആത്മാവിന് ഒരു മോക്ഷം, ഒരു മുക്തി, ഒരു സായുജ്യവും പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു ക്രിസ്തു ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. എന്നോട്, അതായത് ദൈവത്തോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തോട് ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്ന ഒരു മതഭക്തിയല്ല. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ സായുജ്യം പ്രാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വലിയവനായ ദൈവത്തിന് ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മളെല്ലാവരും സ്വർഗരാജ്യത്തിൽ കടക്കണമെന്നുള്ളത്. നമ്മുടെയും ഹൃദയത്തിൽ ആഗ്രഹം അതാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്. സ്തോത്രം. എന്നാൽ ആ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ യഥാർത്ഥ ദൈവത്തിന്റെ വചനമായ വിശുദ്ധ വേദപുസ്തകം പറയുന്ന ചില വേദവാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഉച്ചരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഒന്നാമതായിട്ട് 1 തിമോത്തിയോസിന്റെ ലേഖനം 2:4 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. എല്ലാവരും രക്ഷ പ്രാപിക്കുവാനും സകല മനുഷ്യരും രക്ഷയുടെ പരിജ്ഞാനത്തിലേക്ക് എത്തുവാനും ദൈവം ഇച്ഛിക്കുന്നു. ഒന്നാമതായി മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ്. എല്ലാവരും രക്ഷ പ്രാപിക്കണം, എല്ലാവരും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എന്നുള്ള പദം നമ്മൾ ഒരിക്കലും മറന്നു കളയണം. യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കിൽ യേശുവിന്റെ ജനനത്തിന്റെ ദൂത് ഇടയന്മാരെ അറിയിച്ച ദൂതന്മാർ ഇങ്ങനെ പറഞ്ഞു, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അവിടെ ഒരു പ്രത്യേക ജാതിയെ പറഞ്ഞില്ല, ഒരു പ്രത്യേക മതത്തെ പറഞ്ഞില്ല, ഒരു പ്രത്യേക വിഭാഗത്തെ പറഞ്ഞില്ല. സകല മനുഷ്യർക്കും, സർവ്വ മനുഷ്യർക്കും. യേശുവിനെ പ്രതിഷ്ഠിക്കുവാനായി കരങ്ങളിൽ എടുത്ത ശിമ്യോൻ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന ഈ വലിയ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വലിയവനായ ദൈവത്തിന്റെ രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം സകല മനുഷ്യനെയും ഒരുപോലെ മാടി വിളിക്കുകയാണ്. അത് വലിയവനായ ദൈവത്തിന്റെ ആഗ്രഹമാണ്. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17:30 വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെടണം. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നു എല്ലാവരും. വീണ്ടും നമ്മൾ 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. വലിയവനായ ദൈവത്തിന്റെ രക്ഷ പ്രാപിക്കുവാൻ ഒരു പ്രത്യേക വിഭാഗത്തെയോ ജാതിയെയോ ദൈവം കണ്ടിട്ടില്ല. സകല മനുഷ്യർക്കും വേണ്ടി ദൈവം രക്ഷ ഒരുക്കിയിരിക്കുന്നു. അത് പ്രാപിക്കുവാൻ സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്തിന്റെ മതം കാഴ്ചവെക്കുന്ന മാർഗത്തിലൂടെ പോയാൽ ഒരിക്കലും സാധ്യമല്ല. ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യം വഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പലരും പറയാറുണ്ട്, സ്തോത്രം,
ലക്ഷ്യത്തിൽ പോകുവാൻ, ലക്ഷ്യം പ്രാപിക്കുവാൻ, ഉദ്ദേശം പ്രാപിക്കുവാൻ പല മാർഗങ്ങളിൽ കൂടെ പോയാൽ കൊള്ളാമെന്ന്. എന്നാൽ ഈ പ്രപഞ്ചത്തെ ഒന്നാകെ പ്രകാശിപ്പിക്കുവാൻ ഒരു സൂര്യനല്ലേ ഉള്ളൂ, നമുക്ക് വസിക്കുവാൻ ഒരു ഭൂമിയല്ലേ ഉള്ളൂ. ഈ അനുഭവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ സകലത്തെ നിർമ്മിച്ച ഏക സത്യ ദൈവമേ ഉള്ളൂ. ഈ ഏക സത്യ ദൈവമായ ഈ ദൈവത്തിന്റെ അടുക്കൽ എത്തുവാൻ ദൈവം ഒരിക്കലും ഒന്നിലുപരിയായ വഴികൾ വെച്ചിട്ടില്ല. ഒരേ ഒരു മാർഗമേ അവൻ വെട്ടി തുറന്നിട്ടുള്ളൂ. അത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കാലസമ്പൂർണതയിൽ യേശുക്രിസ്തു ലോകത്തിൽ കടന്നു വന്ന് വ്യക്തമായി പറയുവാനിടയായി തീർന്നു. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ ഋഷിവരന്മാർ ഒരിക്കൽ കൈക്കുമ്പിളിൽ വെള്ളവുമായി നിന്നുകൊണ്ട് പ്രഭാതത്തിൽ ഭഗവാനോട് ഇങ്ങനെ ഒരു ആശയം ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം ഇതാണ്: അല്ലയോ ത്രിലോകത്തിന്റെ നാഥനായ ഈശ്വര, എന്നെ ഈ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് വഴി നടത്തുവാറാകണമേ. ഈ മർത്യതയിൽ നിന്ന് അമർത്യതയുള്ള ഒരു അനുഭവത്തിലേക്ക് എന്നെ നയിക്കുവാറാകണമേ. എന്നെ യഥാർത്ഥ വഴിയിലേക്ക് നീ സാക്ഷാത്തായ ഒരു മുക്തിമാർഗത്തിലേക്ക് നടത്തുവാറാകണമേ. എന്നാൽ എനിക്ക് പറയുവാൻ കഴിയുന്ന ആ യഥാർത്ഥ വഴി എന്ന് പറയുന്നത്, ആ യഥാർത്ഥ മുക്തിമാർഗത്തിലേക്ക് നമ്മെ നടത്തിയ ഏക സത്യമാർഗം എന്ന് പറയുന്നത് അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. സകല മനുഷ്യർക്കും രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ ഒരേ ഒരു മാർഗമാണ് കർത്താവായ യേശുക്രിസ്തു. ഈ യേശുക്രിസ്തു അവൻ കഴിഞ്ഞകാല നിത്യതയിൽ ദൈവമായിരുന്നു. അവൻ കാലസമ്പൂർണതയിൽ മനുഷ്യരുടെ രക്ഷാ പദ്ധതിയോടുള്ള ബന്ധത്തിൽ മനുഷ്യനായി അവതരിച്ച ക്രൂസിന്മേൽ മൂന്നാണികളിന്മേൽ നമുക്ക് വേണ്ടി രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവൻ ക്രൂശിതനായി. സ്തോത്രം. ഈ യേശുക്രിസ്തു ഹല്ലേലൂയ മരിച്ചു അടക്കപ്പെട്ടു. ഹല്ലേലൂയ അതിലൊതുങ്ങിയില്ല. അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായും രക്ഷ പ്രാപിക്കുവാനിടയായി തീരും. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഈ രാജശേഖരൻ അദർശനം കണ്ട മാത്രയിൽ യേശുവിന്റെ സന്നിധി നെടുമ്പാടായി വീണു. യേശുവിനെ വിളിച്ചപേക്ഷിച്ചു, അവൻ എന്നെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ കൊർന്നേലിയോസ് ആ ദർശനം കണ്ട മാത്രയിൽ വിളിക്കപ്പെടേണ്ട വ്യക്തി വിളിച്ചു വരുത്തിയപ്പോൾ ആ പത്രോസ് ഹാലിന് പറഞ്ഞതായ ഒരു പ്രത്യേക പദം നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ഓ വലിയവനായ ദൈവത്തിന് മുഖപക്ഷമില്ല. അവനെ അംഗീകരിച്ച് നീതി പ്രവർത്തിക്കുന്ന ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയെയും അവൻ അംഗീകരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഏത് മതത്തിൽ ജനിച്ചു വളർന്നവനായാലും ഏത് ജാതിയിൽ പെട്ടവനായാലും ശരി തന്നെ, ഏത് അനുഭവത്തിലുള്ള വ്യക്തിയായാലും സ്തോത്രം, ഈ യേശുക്രിസ്തുവാണ് സാക്ഷാൽ ഏക സത്യമാർഗം. ഈ യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. അവനെ നീ വിളിച്ചപേക്ഷിച്ചാൽ, അവൻ നിനക്ക് വേണ്ടിയാണ് ക്രൂസിൽ മരിച്ചതെന്ന് നീ വിശ്വസിച്ചാൽ, അവൻ അംഗീകരിക്കുന്ന ദൈവമാണ്. അവന് കൂടെ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ഒന്നാമതായി ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും രക്ഷ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം വെറുതെ വിളിക്കുന്നവരായിട്ടല്ല, അവന്റെ രക്ഷ അനുഭവിപ്പാൻ വേണ്ടി അവൻ ഒരുക്കിയിരിക്കുന്ന ആ രക്ഷാ പദ്ധതിയിൽ കൂടെ, യേശുക്രിസ്തുവിൽ കൂടെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ അവന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നവരായിരിക്കണം. അങ്ങനെയായാൽ നിശ്ചയമായും ദൈവിക അത്ഭുതം നിന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. ഈ രാജശേഖരൻ അത് കണ്ടെത്തുവാൻ കഴിഞ്ഞു. എന്റെ അമ്മയായ സരസ്വതിക്ക് അത് കണ്ടെത്തുവാൻ കഴിഞ്ഞു. എന്റെ മൂത്ത ജ്യേഷ്ഠൻ മോഹനകുമാറിന് അത് കണ്ടെത്തുവാൻ കഴിഞ്ഞു. എന്റെ ഒരു ചേച്ചി രാജമ്മയ്ക്ക് അത് കണ്ടെത്തുവാൻ കഴിഞ്ഞു. 7 അംഗങ്ങൾ അടങ്ങുന്ന
ഞങ്ങളുടെ കുടുംബത്തിൽ 4 പേർക്ക് ഈ അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഇതാണ് സാക്ഷാൽ മുക്തിമാർഗം, ഇതാണ് സാക്ഷാൽ രക്ഷാമാർഗം, ഇതാണ് സാക്ഷാൽ രക്ഷകൻ. ഈ യേശുവിലേക്ക് നിങ്ങൾ കടന്നു വരിക. യേശു ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചു. സ്തോത്രം. ഈ യേശുവിനെ അംഗീകരിച്ച വ്യക്തികൾ, ഈ യേശുവിൽ കൂടെയുള്ള ദൈവിക ഇഷ്ടം യഥാർത്ഥമായ ജീവിതത്തിൽ പൂർത്തീകരിച്ച വ്യക്തികൾ രണ്ടാമതായി ജീവിതത്തിൽ പ്രാപിക്കേണ്ട ഒരു പ്രത്യേക ദൈവ ഇഷ്ടത്തെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകത്തിൽ പറയും. ദൈവത്തിന്റെ രണ്ടാമത്തെ ഇഷ്ടം. ഒന്നാമത്തെ ഇഷ്ടം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. അതിൽ ഹൈന്ദവരായ ഞങ്ങളെയും വലിയവനായ ദൈവം രക്ഷിച്ചു. ആ ഇഷ്ടം മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കുവാൻ ദൈവം ഞങ്ങൾക്ക് സൗഭാഗ്യം തന്നു. രണ്ടാമതായി സമരിയക്കാരിയായ സഹോദരിയോട് യേശു ക്രിസ്തു സംസാരിക്കുന്നതായ വേളയിൽ ചില സത്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആരാധനയോടുള്ള ബന്ധത്തിലാണ് അവരുടെ സംസാരം അവസാനമായിട്ട് സമാപ്തിയിലേക്ക് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ആ സഹോദരി ഒരു പ്രത്യേക പദം ആരാധനയോടുള്ള ബന്ധത്തിൽ സംസാരിക്കുന്നത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. അതിങ്ങനെയാണ്. ആദ്യമായ ആ സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട്, അതിന്റെ 20-ാമത്തെ വാക്യം: ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു, നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. ആ സഹോദരി പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആരാധനയോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, പഴയ ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിച്ചു, മറ്റു പല സ്ഥലങ്ങളിൽ ആരാധിച്ചു, അവിടെയാണല്ലോ ഞങ്ങളും ആരാധിക്കേണ്ടതെന്ന് പറയുന്നു. പഴയ കഷ്ടത്തിൽ, ആ പഴയതായ പാരമ്പര്യത്തിന്റെ പരിചയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൾ ദൈവിക ഇഷ്ടത്തെ പുറന്തള്ളി മാനുഷിക ഇഷ്ടത്തിന് മുൻതൂക്കം കൊടുക്കുകയാണ്. ഉടനെ യേശു ആ 4-ാം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്ക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരും. ഭക്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. പിതാവിനെ യഥാർത്ഥമായി അംഗീകരിച്ചവർ, യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ യഥാർത്ഥമായി പ്രാപിച്ചവർ, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി യഥാർത്ഥമായി അംഗീകരിച്ചവർ, രണ്ടാമതായി ചെയ്യുവാൻ ദൈവം ഇച്ഛിക്കുന്ന, ദൈവം ഇഷ്ടപ്പെടുന്ന, ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥ ഇതാണ്. യേശു പറഞ്ഞു, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. എങ്ങനെ? സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന് പച്ച മലയാളത്തിൽ നമ്മൾ യഥാർത്ഥമായി പഠിച്ചാൽ ഒന്നാമത്തെ വീക്ഷണത്തിൽ ഇങ്ങനെ വിലയിരുത്താം: സത്യസന്ധതയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. രണ്ടാമത്തെ വീക്ഷണത്തിൽ ആ സത്യത്തെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ യേശുക്രിസ്തു എന്ന സത്യത്തിലൂടെ മാത്രമേ നമ്മൾ യഥാർത്ഥമായ ദൈവത്തെ ആരാധിക്കാവൂ. വീണ്ടും പറയുന്നു, ആത്മാവിൽ നമ്മൾ ആരാധിക്കണം. അതിന് 2 വീക്ഷണത്തിൽ നമുക്ക് പഠിക്കുവാനിടയായിത്തീരും. ആത്മാവായി വസിക്കുന്ന ദൈവം, ആത്മാവായ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവം നമ്മിൽ ദാനമായി തന്നിരിക്കുന്ന ആത്മാവ് അവനുമായി ബന്ധപ്പെടുത്തി ഒരാത്മീയ കൂട്ടായ്മയിലേക്ക് നമ്മൾ കടന്നു വരണം. ഈ ലോകത്തിന്റെ സകല മാധ്യമങ്ങളെയും മറന്ന്, ഈ ലോകത്തിന്റെ പരിചയങ്ങൾ മറന്ന്, ഈ ലോകത്തിന്റെ പാരമ്പര്യത്തിന്റെ അതിർവരമ്പുകളെല്ലാം പൊളിച്ച നമ്മുടെ അന്തരംഗത്തെ നമ്മൾ വലിയവനായ ദൈവം തന്നിരിക്കുന്ന ആത്മാവിനെ, ആ ദൈവിക ബോധത്തെ വലിയവനായ ദൈവവുമായി ബന്ധപ്പെടുത്തി നമ്മെ തന്നെ മറന്ന് ആത്മാവിൽ നമ്മൾ ആരാധിക്കണം. രണ്ടാമതായ ആത്മാവെന്ന വിഷയത്തെ നമ്മൾ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവനെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. വലിയവനായ ദൈവത്തെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കണമെന്ന് ദൈവം ഇഷ്ടപ്പെടുന്നു.
ഇഷ്ടപ്പെടുന്നു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു, ക്രിസ്തുവിൽ കൂടെയുള്ള നന്മ പ്രാപിച്ചു, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള പാപമോചനം പ്രാപിച്ചു എന്ന് പറഞ്ഞ് സംതൃപ്തി അടയുന്ന സഹോദര, നീ അതിനുശേഷം യേശുവിനെ, വലിയവനായ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നീ രക്ഷാനിർണയം പ്രാപിച്ചവനെങ്കിൽ, നീ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചവനെങ്കിൽ, നീ ഒരു സാക്ഷാൽ മാനസാന്തരപ്പെട്ട വ്യക്തിയെങ്കിൽ, നിന്റെ പാരമ്പര്യത്തെ എല്ലാം നീ വിട്ടുകളഞ്ഞിട്ട്, പഴയ അവസ്ഥകളെല്ലാം നീ മറന്നു കളഞ്ഞിട്ട്, പഴയ പരിചയങ്ങളെല്ലാം നീ വിട്ടുകളഞ്ഞിട്ട്, വലിയവനായ ദൈവം ഇച്ഛിക്കുന്ന നിലവാരത്തിൽ സത്യത്തിലും ആത്മാവിലും അവനെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം അവനിൽ നിന്ന് മാറിപ്പോകുന്നു. സ്തോത്രം. നിന്റെ ജീവിത ശൈലിക്ക് മാറ്റം വന്നതുപോലെ തന്നെ നിന്റെ ആരാധനയ്ക്ക് മാറ്റം വരണം. പ്രൈസ് ദി ലോർഡ്. നീ ഒരു പാരമ്പര്യത്തിന്റെ അനുഭവത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയെങ്കിൽ, പാരമ്പര്യത്തിന്റെ ചുറ്റുപാടിൽ നീ ദൈവത്തെ ആരാധിച്ചവനെങ്കിൽ, അതിനെല്ലാം മറികടന്ന് ഒരു പുത്തൻ ആത്മീയ ആരാധനയിലേക്ക്, ഒരു പുത്തൻ ദൈവവ്യവസ്ഥ പ്രകാരമുള്ള ആത്മാവിലുള്ള ആരാധനയിലേക്ക് നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ നോക്കി ഒരിക്കൽ മത്തായി എഴുതിയ സുവിശേഷം 18:20 ഇങ്ങനെ പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ ഇടയിൽ ഞാൻ കടന്നു വരാമെന്ന്. യേശു ക്രിസ്തുവിനറിയാം, യേശുവിന്റെ നാമം അംഗീകരിച്ച് കടന്നു വരുന്നവർ വളരെ ചുരുക്കമായിരിക്കും. വീണ്ടും യേശു ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞല്ലോ, ഈ വഴി വളരെ ഇടുക്കമാണ്, ജീവന്റെ വഴി അത് വളരെ ഇടുക്കമാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വലിയവനായ ദൈവത്തെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ അത് ചിലപ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പായിരിക്കാം. വീണ്ടെടുക്കപ്പെട്ട മക്കൾ എവിടെ കടന്നു വന്ന് വലിയവനായ ദൈവത്തെ ആരാധിക്കുന്നുവോ, അത് 2-3 അല്ലെങ്കിൽ 100-1000 എത്ര തന്നെ സംഖ്യയാലും കുഴപ്പമില്ല. അങ്ങനെ വേർപെട്ട് ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ മാത്രമേ രക്ഷിക്കപ്പെട്ട ദൈവവേദനെ, യേശുവിനെ സ്വീകരിച്ച ദൈവവേദനെ നിനക്ക് ആരാധിപ്പാൻ ദൈവം വ്യവസ്ഥ തരുന്നുള്ളൂ. ഇതാണ് ദൈവം ഇച്ഛിക്കുന്ന ആരാധന. അസമരിയക്കാരിയോട് യേശു ക്രിസ്തു ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, നിങ്ങളുടെ പിതാക്കന്മാർ ആ മലയിലും ഈ മലയിലും ഒക്കെ ആരാധിച്ചു, ആ പരിചയത്തിൽ അനുഭവത്തിൽ നീയും മുൻപോട്ട് പോകണമെന്നല്ല. ഞാൻ ഈ സമയം നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ആരാധനയുടെ അനുഭവം, ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം തരികയാണ്. ഇന്നു മുതൽ നീ വലിയവനായ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ഇതാണ് പിതാവായ ദൈവം നിന്നെക്കുറിച്ച് ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു പറഞ്ഞു, എന്നോട് പിതാവേ പിതാവേ അല്ലെങ്കിൽ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. വലിയവനായ ദൈവത്തിന്റെ ഇങ്ങനെയുള്ള ഇഷ്ടം നീ നിവർത്തിച്ചാൽ മാത്രമേ സ്വർഗരാജ്യം നിനക്ക് വേണ്ടിയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും അനുഭവത്തിൽ നീ സംതൃപ്തി അടഞ്ഞ് സ്വയപരിചയങ്ങളിലും സ്വയ അവകാശവാദങ്ങളിലും നീ സംതൃപ്തി അടഞ്ഞ നിന്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നുവെങ്കിൽ സഹോദര, നിന്റെ ജീവിതം ദൈവിക വീക്ഷണത്തിൽ നിന്ന് വളരെ അകലെയാണ്, ദൈവിക ഇഷ്ടത്തിൽ നിന്ന്, ദൈവിക ആഗ്രഹത്തിൽ നിന്ന് അകലെയാണെന്ന് നീ മറന്നു കളയരുത്. പ്രൈസ് ദി ലോർഡ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എന്റെ ദൈവത്തിന്റെ ഇഷ്ടം യഥാർത്ഥമായ വചനപ്രകാരം നിവർത്തിക്കുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായി, ഈ വലിയവനായ ദൈവത്തെ യഥാർത്ഥമായി ഇങ്ങനെ ആരാധിക്കുന്ന വ്യക്തികൾ മൂന്നാമതായി ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചുകൂടെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-7 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥമായി യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷാനിർണയം പ്രാപിക്കണം എന്ന് ദൈവത്തിന്റെ ഒന്നാമത്തെ ഇഷ്ടം. അങ്ങനെ പ്രാപിച്ച വ്യക്തി ദൈവത്തിന്റെ രണ്ടാമത്തെ ഇഷ്ടമായ പിതാവായ ദൈവത്തെ സത്യത്തിലും ആത്മാവിനും ആരാധിക്കണം. അങ്ങനെ രണ്ടാമത്തെ ഇഷ്ടം നിവർത്തിക്കുന്ന, ആ അനുഭവിക്കുന്ന, അങ്ങനെയുള്ള അനുഭവത്തിൽ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന
വ്യക്തി. മൂന്നാമതായി ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് അവനൊരു സെപ്പറേറ്റഡ് ലൈഫ്, ഒരു ഹോളി ലൈഫ്, ഒരു വിശുദ്ധ ജീവിതം അവന്റെ ജീവിതത്തിൽ സംരക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്, നമ്മൾ ഈ ലോകത്തിൽ വലിയവനായ ദൈവത്തിന്റെ പത്രങ്ങളാണ്. സ്തോത്രം. ഒരു മന്ത്രി പറയുന്ന വാചകം ഈ ലോകത്തിലെ സകല സാധാരണ മനുഷ്യരുടെയും കരങ്ങളിലെത്തി അവർ മനസ്സിലാക്കുന്നത് വർത്തമാന പത്രങ്ങളിലൂടെയാണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ മഹാരാജാവിന്റെ ആഗ്രഹങ്ങളും അവന്റെ ആശയങ്ങളും അവന്റെ ആത്മീയമാകുന്ന അനുഭവങ്ങളും ഈ ലോകത്തിലെ എല്ലാ സാധാരണക്കാരും ഒരുപോലെ വായിച്ച് പഠിക്കുവാനുള്ള ഏറ്റവും വലിയ മാധ്യമം ഞാനും നീയുമാണ്. പ്രൈസ് ദി ലോർഡ്. ഓ, നീ സത്യത്തിനും ആത്മാവിനും ആരാധിക്കുന്നു, യേശുവിനെ നീ രക്ഷിതാവായി സ്വീകരിച്ചു എന്നുള്ള സ്വയം സംതൃപ്തിയിലായിത്തീരാതെ നിന്റെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മണ്ഡലങ്ങളിൽ നീ വിശുദ്ധിയെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണമെന്ന് ദൈവം നിന്നെക്കുറിച്ച്, നമ്മെ ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ ജീവിതം യഥാർത്ഥമായി വരണമെങ്കിൽ നിശ്ചയമായും വിശുദ്ധ വേദപുസ്തകത്തിൽ വേറൊരു വ്യവസ്ഥ കൂടെ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒന്നാമതായി പരിശുദ്ധാത്മാവിനെ ദൈവം തന്നത് വെറുതെ ഏതെങ്കിലും ചെറിയ ചില കാര്യങ്ങൾ ചെയ്ത് അതിൽ സംതൃപ്തി അടയാനല്ല. ഞായറാഴ്ച വന്ന് 1-2 മണിക്കൂർ ദൈവത്തെ ആരാധിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ 1-2 മണിക്കൂർ ഏതെങ്കിലും ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്ത് അതിലേക്ക് വേണ്ടിയുള്ള ഒരു സഹായനായിട്ട് മാത്രമല്ല പരിശുദ്ധാത്മാവ്. ഒന്നാമതായി യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് തന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 7-13 വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. രണ്ടാമത് പറയുന്നു, അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധം വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, നിന്റെ ജീവിതത്തിൽ നീ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏതാണ് നീ അവഗണിക്കേണ്ടത്, ഏത് രീതിയിലാണ് നിന്റെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്, നീ എങ്ങോട്ട് നോക്കണം, എങ്ങോട്ട് നോക്കരുത്, നീ എന്തു തൊടണം, എന്ത് തൊടരുത് എന്ന് നിന്നിൽ വ്യക്തമായ ബോധം വരുത്തുവാനാണ് പരിശുദ്ധാത്മാവിനെ വലിയവനായ ദൈവം കാര്യസ്ഥരായി ഒന്നാമതായി ഈ ലോകത്തിലേക്ക് അയച്ചത്. പ്രൈസ് ദി ലോർഡ്. അത് പൗലോസിൽ കൂടെ വീണ്ടും പരിശുദ്ധാത്മാവ് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 8-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിനാൽ മാത്രമേ നമുക്ക് ജഡത്തെ മരിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അതേ അധ്യായത്തിൽ പറയുന്നു, യേശുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവൻ ഉള്ളവൻ അല്ല. പ്രൈസ് ദി ലോർഡ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ആത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ ഒരിക്കലും ജഡഭോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു വിശുദ്ധ ജീവിതം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ദൈവമക്കളെ, ഈ ദൈവിക ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിവർത്തിയിരിക്കുന്നുണ്ടോ? ഈ ദൈവികാനുഭവത്തിൽ നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ഈ സമയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചില ആശയങ്ങൾ നിങ്ങളോട് സംസാരിച്ചില്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നീ ആത്മീയത്തിന് മുൻതൂക്കം കൊടുക്കുന്നത്, നീ ചർച്ചിൽ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് മോസ്കിൽ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അമ്പലത്തിൽ കടന്നു പോകുന്നത്, മറ്റല്ലെങ്കിൽ ഏതെങ്കിലും ആത്മീയമാകുന്ന പ്രതിക്രിയകൾ, ഏതെങ്കിലും ക്രിയകൾ നീ നടത്തുന്നത്, ഹല്ലേലൂയ, ഏതെങ്കിലും ഈ ലോകത്തിലെ അനുഭവങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അതിന്റെ പിന്നിലുള്ള പരമപ്രധാനമായ ലക്ഷ്യം മോക്ഷമാണെങ്കിൽ, സഹോദര, ഒന്നാമതായി നീ ചെയ്യേണ്ടത് യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുക. യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ നീ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതിന് നീ 5 പൈസ ചിലവിടേണ്ട ആവശ്യമില്ല. അവിടെ ഇവിടെ ഓടി നടക്കേണ്ട ആവശ്യമില്ല. ആരെയും പോയി കാണേണ്ട ആവശ്യമില്ല. ഈ നിമിഷം ക്രൂശിലേക്ക് നിന്റെ കണ്ണുകളെ ഉയർത്തുക. നോക്ക്, 2000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടാലാണല്ല എന്ന് തോന്നുമാറ് ഒരുവൻ നിനക്ക് വേണ്ടി ക്രൂശിന്മേൽ പിടയപ്പെട്ടു. അല്ലെങ്കിൽ അവന്റെ തലയിൽ ഒരു മുൾക്കിരീടം അടിച്ചു കയറ്റി. ആ മുൾക്കിരീടം അടിച്ചു കയറ്റിയപ്പോൾ മുഖത്തുകൂടെ ആ രക്തം വാർന്നൊഴുകുകയാണ്.
അവന്റെ ഹാലലൂയ മുഖത്തുണ്ടായിരുന്ന രോമകൂപങ്ങളെ അവർ വലിച്ചു പറിച്ചെടുത്തു. ആ മുഖത്തവർ ഹാലലൂയ മുറ്റി ചുരുട്ടി അടിച്ചു. ആ മുഖത്തവർ തുപ്പി യേശുവിനെ വീണ്ടും ആ നീണ്ടു നിവർത്തി ആ ക്രൂശിന്മേൽ കിടത്തിയിട്ട് മൂന്നാടികളിന്മേൽ ക്രൂശിച്ചു. അവന്റെ വിലാപ്പുറം ഹാലലൂയ അവർ കുന്തം കൊണ്ട് കുത്തി തുളച്ചു. യേശുവിന്റെ ഹാലലൂയ അവന്റെ മുതുകുഭാഗം ഉഴവ് ചാലുപോലെ കീറി. ഇത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക മാർഗമായിരുന്നു. യേശുവിന്റെ സന്നിധി നീ കടന്നു വന്നു. യേശുവേ ഹല്ലേലൂയ, നീ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നിന്റെ കരങ്ങളിലേക്ക് എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെന്ന്. നീ ഈ സമയം ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയായാലും, നീ ഏത് അനുഭവത്തിൽപ്പെട്ട വ്യക്തിയായാലും, ഏത് മണ്ഡലം, ഏത് ജീവിത അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തിയായാലും പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഒരു നിമിഷം യേശുവിനോട് നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? യേശു നിന്നെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ രാജശേഖരൻ ആ സത്യം മനസ്സിലാക്കി ആ ക്രൂശിതനായ യേശുവിന് മുന്നിൽ പ്രാർത്ഥിച്ചു. അവൻ എന്നെ രക്ഷിച്ചു. സരസ്വതി എന്ന എന്റെ അമ്മ യേശുവിന്റെ ക്രൂശിക്കപ്പെട്ട ആ രക്തത്തിന് മുൻപിൽ ഹല്ലേലൂയ സമ്പൂർണ്ണമായ ജീവിതത്തെ സമർപ്പിച്ചു. യേശു എന്റെ അമ്മയെ രക്ഷിച്ചു. യേശുവിന്റെ രക്തം സകല പാപത്തെയും പൊക്കി ശുദ്ധീകരിക്കുന്നു. അവന്റെ അടിപ്പിടലുകൾ എന്റെ സഹോദരന്റെ രോഗത്തെ സൗഖ്യമാക്കി. സഹോദര, മുഖപക്ഷമില്ലാതെ സ്നേഹിക്കുന്ന യേശു നിന്നെ അംഗീകരിപ്പാൻ ആഗ്രഹിക്കുന്നു, സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു, നിന്റെ പ്രശ്നത്തിൽ വിടുതൽ തരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ യേശുവിൽ വിശ്വസിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഒരു നിമിഷം യേശുവിന്റെ സന്നിധി ഹൃദയത്തെ സമർപ്പിച്ച ഹൃദയം തൊന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുക. അവൻ നിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. മകനെ, മകളെ, അത് നിന്റെ ഹൃദയം എനിക്ക് തരുമോ എന്ന് പറഞ്ഞ യേശു ഈ സമയം നിന്റെ ഹൃദയവാതിൽ നിന്ന് മുട്ടുകയാണ്. നിന്റെ ഹൃദയവാതിൽ യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുക. അവൻ നിന്നെ രക്ഷിക്കും. അനുഭവം പ്രാപിച്ച് ഹല്ലേലൂയ സ്തോത്രം, യേശു ക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. അനുഭവത്തിൽ മാത്രം തൃപ്തി അടയാതെ വിശുദ്ധ ജീവിതത്തിൽ സംരക്ഷിക്കുന്നവരായിരിക്കുക. ഇത്രയും വർഷമായി വലിയവനായ ദൈവം എന്നെ സഹായിച്ചു. 1991 മുഴുവൻ സ്നാനം സ്വീകരിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. അതേ വർഷം തന്നെ ബൈബിൾ സ്കൂളിൽ കടന്നു പോകുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നോർത്ത് ഇന്ത്യയിൽ സ്തോത്രം കർത്താവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു പാസ്റ്ററായി ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം വലിയവനായ ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ഈ വലിയ പദവിയിലേക്ക് കടന്നു വന്നത് ഞാൻ അവനെ മാനിച്ചതുകൊണ്ടാണ്. ഈ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കൂ. അവൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. ഹല്ലേലൂയ, ഈ സ്തോത്രം അമേരിക്കയുടെ പട്ടണത്തിൽ വലിയവനായ ദൈവം എന്നെ കൊണ്ടുവന്നത് അവന്റെ വലിയ ദയയാണ്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്ന് പറഞ്ഞ യേശുവിന്റെ കരമാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ വിശ്വസിക്കുക. അവൻ നിങ്ങളെ അനുഗ്രഹിക്കും, അവൻ നിങ്ങളെ മാനിക്കും. ഈ അനുഭവങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ ഈ കേട്ട വചനത്തിനു മുമ്പായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ഞാനൊരു പാപിയാണ്. ഈ സമയം നിന്റെ ഇഷ്ടം നിവർത്തിപ്പാനായി ഞാൻ കടന്നു വരുന്നു എന്ന് പറഞ്ഞ എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഒരു തീരുമാനമെടുത്ത് പ്രതിഷ്ഠിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഈ സമയം ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, ഈ സമയം കേൾപ്പിക്കപ്പെട്ട നിന്റെ സ്ഥിരമായ സ്വർഗീയാലോചനകൾക്കായി സ്തോത്രം. അത് കേട്ട് അങ്ങയുടെ സന്നിധിയിൽ തീരുമാനമെടുത്ത് പ്രതിഷ്ഠിക്കുന്ന ഈ ഓരോ സഹോദരന്മാരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ ജീവിതത്തിൽ എന്തു തന്നെ വിഷയമുണ്ടായിരുന്നാലും ഈ സമയം യേശുവിൻ നാമത്തിൽ അതിന്റെ മേൽ വിടുതലും ആശ്വാസവും അങ്ങേ സ്വീകരിക്കുന്നതിലൂടെ പ്രാപിപ്പാൻ സഹായിച്ചുകൊള്ളുമാറാകണം. വലിയവനായ ദൈവത്തിന് വേണ്ടി അങ്ങനെ ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതം നയിച്ച് സ്വർഗരാജ്യത്തിന് അവകാശങ്ങളായി തീരുവാൻ എല്ലാവരും ഒരുക്കിയാട്ട്. സ്വർഗം അങ്ങനെ ഒരുക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ശക്തീകരിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.